നമ്മുടെ നാട്ടിലെ ഇലക്ട്രിസിറ്റി ചാർജുകളെ പേടിച്ചിട്ട് എ സി വാങ്ങിയിട്ട് അധികം ഉപയോഗിക്കാത്തവരും ഇതിനേക്കാൾ നല്ലത് ചൂടത്ത് ചാകുന്നതാണ് എന്ന് തീരുമാനിച്ചവരുമായിട്ടുള്ള ആൾക്കാർ ഒരുപാട് നമ്മുടെ ചുറ്റിലുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കോമൺ ആയിട്ട് എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് കറണ്ട് ചാർജ് കൂടി എങ്ങനെ കുറച്ചുപയോഗിക്കാം എന്നുള്ള രണ്ട് ട്രിക്കുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നവരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് ട്രിക്ക് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ എയർ കണ്ടീഷണറിനെ നമ്മൾ ഒരു 2-3 മണിക്കൂർ ഇട്ട ശേഷം അതിനെ ഓഫ് ചെയ്ത് ഫാൻ ഉപയോഗിച്ച് റൂമിനെ ഒരു പരിധിവരെ തണുപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. അതിന് നോർമലായിട്ട് നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് ഇടയ്ക്ക് ഇതേപോലെ മാറ്റേണ്ട ബുദ്ധിമുട്ടുള്ളവരും ഉണ്ട്. എന്നാൽ ഇതുപോലെ BLDC ഫാനുകൾ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ടൈമർ എയർ കണ്ടീഷണറിലും സെറ്റ് ചെയ്ത് ഓൺ ചെയ്യാനുള്ള ടൈമർ നമുക്ക് BLDC ഫാനിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കറണ്ട് ബില്ല് സേവ് ചെയ്യാവുന്നതാണ്. എന്നാൽ രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്, ഇതിനേക്കാൾ കൂടുതൽ കറണ്ട് ബില്ല് നിങ്ങൾക്ക് സേവ് ചെയ്ത് തരുന്ന, ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. ഈ മെത്തേഡ് വഴി ഞാൻ കറണ്ട് ബില്ല് പരമാവധി നല്ല രീതിയിൽ പിടിച്ചു നിർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അറിയാത്തവർക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ BLDC ഫാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് വളരെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ്. ഒരു BLDC ഫാൻ ഇവിടെ വാങ്ങുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇല്ലാത്തവർ, അതായത് കറണ്ട് ബില്ലിനെ പരമാവധി കുറയ്ക്കാൻ നമ്മുടെ നോർമൽ ട്രഡീഷണൽ ഫാനുകളേക്കാൾ വളരെയധികം കറണ്ട് നമുക്ക് കുറച്ച് ഉപയോഗിക്കാനും ഈ BLDC ഫാനുകൾ AC ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒക്കെ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ ഒരു ഫാന് ഞാൻ ആറ്റംബർഗിൻ്റെ ആണ് മേടിച്ചിരിക്കുന്നത്. ഈ ഒരു സാധനത്തിൻ്റെ റിവ്യൂ ഞാൻ നേരത്തെ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ നല്ലൊരു ഫാനാണ്. അപ്പോൾ ഇനി അങ്ങനെ രണ്ടാമത് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് പറയുന്നത്, വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മൾ എയർ കണ്ടീഷണറിൽ 1 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ അതിൽ 5 മുതൽ 6 വരെ ശതമാനം കറണ്ട് ബില്ലിൽ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റുമെന്നാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഓരോ ഡിഗ്രി കുറയ്ക്കും തോറും നമ്മുടെ റൂമിനകത്തുള്ള ടെമ്പറേച്ചർ അത്രയധികം വർദ്ധിക്കും. എന്നാൽ നമുക്ക് അതിനെ മറികടക്കാനായിട്ട് നമുക്ക് ഫാനും കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നതാണ്. എന്നാലോ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഉപയോഗമുള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ട് ചിലപ്പോൾ ഉപദ്രവമായിരിക്കും വരുന്നത്, കൂടുതൽ കറണ്ട് ബില്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ BLDC ഫാനാണ് ഞാൻ ഇതിന് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ ഇതിനെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഫാനുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ്, അതിൻ്റെ മോട്ടറൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ്, അതിനെ കൂടി തണുപ്പിക്കേണ്ട ഒരു ബാധ്യത നമുക്ക് AC-ക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നത് ചിലപ്പോൾ അത്രയധികം യൂസ്ഫുൾ ആയി എന്ന് വരത്തില്ല. നമ്മളിപ്പോൾ ഒരു 27 ഡിഗ്രിയിലൊക്കെ നമ്മുടെ എയർ കണ്ടീഷണറെ സെറ്റ് ചെയ്യുക, അതും ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചും ചൂടിനനുസരിച്ചും ഒക്കെ സെറ്റ് ചെയ്യുക. ഏതാണ്ട് ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ ടെമ്പറേച്ചറിലേക്കൊക്കെ കംപ്ലീറ്റ്ലി വരുമല്ലോ. അപ്പോൾ പിന്നെ അത് ഓഫ് ആവുന്ന രീതിയിലും സെറ്റ് ചെയ്യാം. അപ്പോൾ 27 ഡിഗ്രി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ റൂം തണുക്കും അല്ലേ? അതിനാണ് നമ്മൾ നമ്മുടെ BLDC ഫാൻ ഉപയോഗിക്കുന്നത്. ഈ ഫാന് നമ്മൾ ഇതിൻ്റെ കൂട്ടത്ത് റൺ ചെയ്യുമ്പോൾ ഒരു 2 സ്പീഡിലൊക്കെ ഇതിനെ റൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു 3 പരമാവധി അതിലൊക്കെ റൺ ചെയ്യുമ്പോൾ ഈ 27 ഡിഗ്രി എന്നുള്ളത് നമ്മുടെ റൂമിൻ്റെ അകത്തുള്ള ഈ എയറിനെ നമ്മുടെ ശരീരത്തൂടെയൊക്കെ ഇതിനെ പരമാവധി കറക്കി വിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ തണുപ്പ് ഒരു 24-23 ഡിഗ്രി നമുക്ക് ഫീൽ ചെയ്യും. 27 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മിനിമം ഒരു 4-5 ഡിഗ്രി എങ്കിലും നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവും അല്ലേ? ആ രീതിയിലുള്ള കറണ്ട് ബില്ല് നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റും. ഒരു 1 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് AC ഓഫ് ആകുമ്പോൾ നമുക്ക് ഈ BLDC ഫാനിൻ്റെ കാറ്റത്ത് തന്നെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കും. ഇതാണ് രണ്ടാമത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ ഉപയോഗിച്ച് പരീക്ഷിച്ച മെത്തേഡ് എന്ന് പറയുന്നത്. കൂടുതൽ നിങ്ങളുടെ റൂമിനകത്തുള്ള ജങ്ക് സാധനങ്ങളെ കംപ്ലീറ്റ് ഒഴിവാക്കുക. നിങ്ങളുടെ AC ഇതിനെ മുഴുവനായിട്ട് തണുപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്നും അതിനനുസരിച്ച് കറണ്ട് കൂടുന്നതാണെന്നും കൂടി നിങ്ങൾ ഓർക്കുക. പിന്നെ പുതിയ AC മേടിക്കുകയാണെങ്കിൽ ഇൻവെർട്ടർ ACകൾ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിഷ്യൽ കോസ്റ്റ് ഒരു അല്പം കൂടുതലാണെങ്കിലും കറണ്ട് ബില്ലിൽ അത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത നമ്മളെ വീഡിയോയിൽ ഈ ഒരു വാച്ച് എങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതിരിക്കുക.